ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ചെറുതോണി ബസ് സ്റ്റാൻഡ് KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിനായി വിട്ടു നൽകാൻ തയ്യാറാകാത്തത് ഇലക്ഷൻ മുന്നോടിയുള്ള രാഷ്ട്രീയ നീക്കമെന്ന ആരോപണം. പണികൾ പൂർത്തീകരിക്കാൻ 1-2 ദിവസം മാത്രം ആവശ്യമുള്ളിടത്താണ് 6 മാസത്തെ സമയം വേണ്ടിവരുമെന്ന ന്യായം പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതെന്നും കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി ഷിജോ തടത്തിൽ ആരോപിച്ചു. ചെറുതോണി ബസ് സ്റ്റാൻഡ് KSRTC ഓപ്പറേറ്റിംഗ് സെന്ററായി വിട്ടു നൽകാൻ ജില്ലാ പഞ്ചായത്ത് തയ്യാറാകാത്തത് ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ ഗതിമാറ്റത്തിന്റെ ഭാഗമാണെന്ന ആരോപണം ശക്തമാകുന്നു. പക്ഷേ അത്തരത്തിൽ ജില്ലാ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുക വഴി ജില്ലാ ആസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട വികസന പദ്ധതിയാണ് തകിടം മറിഞ്ഞിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പറയുന്നത് ഇങ്ങനെയാണ്: KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന് വേണ്ടി 2 റൂം അനുവദിച്ചു നൽകിയതിന് വയറിംഗ് ജോലികൾ പൂർത്തീകരിച്ചിട്ടില്ല, വൈദ്യുതി ലഭ്യമായിട്ടില്ല എന്നാണ്. എന്നാൽ കെട്ടിടത്തിൽ വൈദ്യുതി കണക്ഷൻ ഉണ്ട് എന്ന് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇവിടെ വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടുണ്ട്. ആ വൈദ്യുതി കണക്ഷൻ്റെ നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്. 2 പറഞ്ഞത് ഇവിടുത്തെ കക്കൂസിൽ ടോയ്ലറ്റ് സമുച്ചയത്തിൽ വെള്ളത്തിൻ്റെ ലഭ്യത ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് അധികാരികളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞു, ഒരു ആപ്ലിക്കേഷൻ ഇന്ന് കൊടുത്താൽ നാളെ അവിടെ വെള്ളം കിട്ടുന്നതിനുള്ള ക്രമീകരണം, വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കിട്ടുന്നതിനുള്ള ക്രമീകരണം ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോൾ ഇത് വെറും രാഷ്ട്രീയ പ്രേരിതമായിട്ട് മാത്രം ഇവിടെ ബസ് സ്റ്റാൻഡ് ഇതുവരെ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പൊതുജന മധ്യങ്ങളിൽ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ ബസ് ഓപ്പറേറ്റിംഗ് സെൻറ്റർ ആരംഭിക്കാനുള്ള അനുമതി നൽകാതെ. 2 റൂം വയറിംഗ് പൂർത്തിയാക്കാൻ വേണ്ടി വരുന്നത് മാക്സിമം 2 ദിവസം മാത്രമാണ്. ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് ഉപയോഗിക്കുവാനുള്ള ശൗചാലയത്തിൽ വെള്ളമില്ലെന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ മറ്റൊരു വാദം. എന്നാൽ അപേക്ഷ നൽകിയാൽ അന്ന് തന്നെ വെള്ളം എത്തിക്കാനുള്ള സംവിധാനം വാട്ടർ അതോറിറ്റി ചെയ്യുമെന്ന ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ഓഫീസും അറിയിച്ചിട്ടുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കെയാണ് ജില്ലാ പഞ്ചായത്ത് മനഃപൂർവ്വം പദ്ധതിയെ അട്ടിമറിച്ചിട്ടുള്ളത്. മന്ത്രി റോഷി അഗസ്റ്റിൻ 5 കോടി രൂപയാണ് നിലവിൽ ബസ് സ്റ്റാൻഡിനു വേണ്ടിയും ബസ് സ്റ്റാൻഡിന്റെ സമീപത്തെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണത്തിനായും ചെലവഴിച്ചിട്ടുള്ളത്. KSRTCയുടെ ഡിപ്പോ നിർമ്മിക്കുന്നതിനു വേണ്ടി പോലീസ് സ്റ്റേഷന് മുൻവശത്തായി കണ്ടെത്തിയ സ്ഥലത്തിനു വേണ്ടിയും നിർമ്മാണ പ്രവർത്തനത്തിനു വേണ്ടിയും മന്ത്രി അനുവദിച്ചിട്ടുള്ളത് 7 കോടി രൂപയാണ്. ജില്ലാ പഞ്ചായത്ത് സ്വന്തമായി ഈ ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ചിട്ടുള്ളത് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ബിൽഡിംഗ് മാത്രമാണ്. മറ്റുള്ള എല്ലാ നിർമ്മാണങ്ങളും നടത്തിയത് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ്. ഇതൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണ് മന്ത്രിയെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആക്രമണം നടത്തുന്നത്. സിറ്റി വിഷൻ, ഇടുക്കി.